ഷാജുവേട്ടൻ എങ്ങനെ മിമിക്രിയിലോട്ട് വന്നത്? ഞാൻ മിമിക്രിയിലോട്ട് വന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അമ്മ ഈ കോളേജിലൊക്കെ പഠിച്ചപ്പോഴേ ഞാൻ ഈ ആർട്സ് കപ്പ് സെക്രട്ടറി ആയിട്ട് മത്സരിച്ചായിരുന്നു. സെക്രട്ടറി ആയിട്ടുണ്ടോ? പറഞ്ഞു വരികയല്ല, ഞാൻ മത്സരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിന്നപ്പോഴും പല ക്രൂരതകൾ നമുക്ക് കാണിക്കേണ്ടി വന്നു. നമ്മൾ പാട്ട് പാടി, ഞാൻ ഡാൻസ് ചെയ്തു, അങ്ങനെ പല സംഭവം. വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പിള്ളേരെ പിടിക്കാൻ വേണ്ടിയിട്ട് അവരെ നമ്മൾ ക്യാൻവാസ് ചെയ്യേണ്ട, പാട്ട് പാടി ഡാൻസ് ചെയ്തു എന്ന് വേണ്ട ചെയ്യാൻ പാടില്ലാത്ത കംപ്ലീറ്റ് നമ്മൾ ചെയ്തു. അപ്പോൾ എൻ്റെ എതിര് നിന്ന സ്ഥാനാർത്ഥിയാണ് എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടും കൂടെ, ജെമിനി എന്ന് പറഞ്ഞിട്ട് നല്ലൊരു പാട്ടുകാരൻ കൂടിയാണ്. അപ്പോൾ അവൻ എങ്ങനെയെങ്കിലും തോൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സിൽ. അപ്പോൾ അങ്ങനെ തോൽപ്പിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച ഒരു നമ്പറായിരുന്നു മിമിക്രി എന്ന് പറഞ്ഞിട്ട്. ധൈര്യമായിട്ട് അങ്ങ് കയറി ചെയ്യാണ് സ്റ്റേജിലോട്ട്. അന്നൊക്കെ പിന്നെ ഇങ്ങനെ മോഹൻലാൽ ഇങ്ങനെ കാണിച്ച് മമ്മൂട്ടി അങ്ങനെയൊക്കെ അന്നാ മതി അത്. അപ്പോൾ അങ്ങനെയൊക്കെ കാണിച്ചു. പക്ഷെ പിള്ളേർ എൻ്റെ കൈ അടിച്ച് ജയിച്ച്. അപ്പോൾ ആദ്യമായിട്ട് ആരെയായിരുന്നു അനുകരിച്ചത്? ആദ്യമായിട്ട് ആ മോഹൻലാലിനെ അനുകരിച്ചു. ആ മോഹൻലാലിനെ അനുകരിക്കാൻ അന്നും അറിയില്ലായിരുന്നു, എനിക്ക് ഇപ്പോഴും അറിയാം. ഞാൻ മോഹൻലാൽ ചെയ്യാറില്ല, മോഹൻലാൽ സ്റ്റേജിലൊന്നും മോഹൻലാൽ ചെയ്യാറില്ല. എന്നെ മാപ്പി ചോദിക്കാൻ മാത്രം മാച്ച് ചെയ്യുന്നത് തെറ്റാണ് ചെയ്തത് വേണ്ട കാണിച്ചു. പിള്ളേർ പക്ഷെ കൈ അടിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ജയിച്ചു. അപ്പോൾ അങ്ങനെ മിമിക്രി, അപ്പം നമുക്ക് തോന്നി മിമിക്രി കൊള്ളാം, നല്ല പരിപാടിയാണ്. അന്ന് മിമിക്രി ബ്ലഡിലോട്ട് അങ്ങോട്ട് കയറിയായിരുന്നു. ഏത് ട്രൂപ്പിലാണ് ആദ്യമായിട്ട് ചേർന്നത്? ആദ്യമായിട്ട് ട്രൂപ്പിൽ വന്ന് കോട്ടയത്ത് തന്നെ ഒരു ചെറിയ ട്രൂപ്പ് ഉണ്ടായിരുന്നു, പ്രണവം എന്ന് പറഞ്ഞിട്ട് കോട്ടയത്ത് ട്രൂപ്പ് ഉണ്ടായിരുന്നു. അവിടെയുള്ള കോട്ടയത്തുള്ള കുറേ നല്ല കലാകാരന്മാർ ചേർന്ന് പ്രണവം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് നേരെ മംഗളം എന്ന് പറഞ്ഞ് മിമിക്സ് ട്രൂപ്പ് ഉണ്ട്. മംഗളം ഡെയിലി പത്രമൊക്കെ ഉണ്ടല്ലോ, പത്രവും വീക്കിലേക്ക്, അവർക്കൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു, മംഗളം മിമിക്സ് എന്ന് പറഞ്ഞു. അവിടെ ഒരു 3 വർഷക്കാലം ഉണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ മിമിക്രിയൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് മിമിക്രിയുടെ കുലപതി എന്ന് വേണമെങ്കിൽ നമുക്ക് ഭയങ്കര സൂപ്പർ സീനിയറായ കലാഭവൻ റഹ്മാൻ എന്ന് പറഞ്ഞൊരു, അറിയാലോ, സിനിമാ നടനും ഒക്കെയാണ്. അദ്ദേഹം എന്നെ ഇങ്ങോട്ട് എറണാകുളത്തേക്ക് ക്ഷണിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ ട്രൂപ്പിലേക്ക്, കൊച്ചിൻ ജോക്സ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു ട്രൂപ്പിലേക്ക് വിളിക്കുക. ജോക്സ് ഇന്ത്യയിൽ എങ്ങനെ ഒരു 2-3 വർഷം അങ്ങനെ ആയപ്പോഴാണ് കലാഭവനിലേക്ക്. അവിടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു? ഇല്ല, നമുക്ക് ഇന്റർവ്യൂ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം നമുക്കന്ന് അത് നമ്മൾ സിനിമ കണ്ടിട്ടുണ്ടല്ലോ 2-3 മിമിക്രി ഐറ്റംസ്. ഇല്ല, എനിക്ക് അങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ. എന്തോ ഒരു ഭാഗ്യമാണത്. എന്തോ ഇതുവരെ ചെന്ന ട്രൂപ്പിലൊന്നും അങ്ങനെ ഇന്റർവ്യൂവിന് അങ്ങനെ പങ്കെടുക്കേണ്ടി വന്നിട്ടില്ല. കാര്യം ആരെങ്കിലുമൊക്കെ പറഞ്ഞറിഞ്ഞായിരിക്കും നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ അത് 5 വർഷക്കാലം കലാഭവനിലൊക്കെ നിന്നിട്ട് വളരെ അത്യാവശ്യം അങ്ങോട്ട് വേറെ കുറച്ച് പരിപാടികൾ, അതായത് ഗൾഫ് പ്രോഗ്രാമുകൾ. കലാഭവനിൽ നിൽക്കുമ്പോൾ നമുക്ക് കലാഭവൻ്റെ കൂടെ മാത്രമേ ഗൾഫിലൊക്കെ പോകാൻ പറ്റുള്ളൂ. മിമിക്രിക്കാർ കാശുണ്ടാക്കുന്ന ഗൾഫിൽ പോകാൻ വേണ്ടിയും കൂടി ആണോ നിന്നത്? ഗൾഫിൽ ഒരുപാട് പോയി കലാഭവൻ നിന്നിട്ട് വേൾഡ് ടൂർ എന്ന് പറഞ്ഞൊരു കറക്കം കൊണ്ട് കറങ്ങിയിട്ട് എൻ്റെ പൊന്നമ്മു ഒരു 3.5 മാസക്കാലം ഞങ്ങൾ കൊണ്ട് പോകുമായിരുന്നു വേൾഡ് ടൂർ. ഞെട്ടില്ല. സ്വിറ്റ്സർലൻഡ്, ജർമ്മനി, ഓസ്ട്രിയ, പാരീസ്, ലണ്ടൻ, അമേരിക്ക, പിന്നെ മൗറീഷ്യസ്, മലേഷ്യ, എനിക്കറിയാമല്ലോ, ഒരു 10-12 രാജ്യം ഞങ്ങളങ്ങ് പോകുമായിരുന്നു. ബ്രേക്ക് കിട്ടിയ സിനിമ ബ്രേക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ അടുത്ത കാലത്ത് ക്രിസ്മസിന് റിലീസ് ചെയ്ത കമൽ സാറിൻ്റെ നമ്മൾ എന്ന് പറഞ്ഞ, അതിൽ പുലി ഗോപാലൻ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ. പുലി ഗോപാലൻ ഫുൾ ടൈം ഒരു പുലിയുടെ അകത്തൊരു പുലിയുടെ ബനീനും ഒക്കെ ഇട്ടുണ്ട്, ഭയങ്കര അട്ടഹാസിച്ചൊക്കെ നടക്കുന്നൊരു ഗുണ്ടയാണെന്നാണ് പുള്ളിയുടെ പറഞ്ഞത്. പക്ഷേ പുള്ളി ഒരു പേടിത്തോണ്ടാണ് പുള്ളി ഗുണ്ട് എന്നുള്ളത്. പക്ഷേ പുലിയുടെ ഒക്കെ ഇട്ട് പുലി ഗോപാലൻ എന്നുള്ള പേരിലാണ് നടക്കുന്നത്. പക്ഷേ അങ്ങനെ പുള്ളി വലിയ റൗഡിയൊന്നുമില്ല, അങ്ങനെ ഒരു ക്യാരക്ടർ. നല്ലൊരു പടമായിരുന്നല്ലോ, നമ്മളൊരുപാട് ഹിറ്റായൊരു പടമാണ്. കമൽ സാറിൻ്റെ ഒരു പടത്തിൽ അഭിനയിക്കാൻ കഴിഞ്ഞതും വളരെ ഒരു ഭാഗ്യമാണ് നമുക്ക്. നമ്മൾ കലാഭവനിലൊക്കെ വരുന്നതിന് മുമ്പ് ഒരു ട്രൂപ്പിലാണ് കൃത്യസമയത്ത് ചെല്ലാതിരിക്കുക, പരിപാടി സ്ഥലത്തോട്ടൊക്കെ ചെല്ലുക, നമ്മളൊരു അടുക്കും ചിട്ടയില്ലല്ലോ. കലാഭവനിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് ബെലച്ചൻ്റെയൊക്കെ ഒരു റൂട്ട്, ബെലച്ചൻ്റെ കുറേ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ആദ്യമൊക്കെ നമുക്ക് ഒരുമിച്ച് ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും. 5 മിനിറ്റ് താമസിച്ച് അപ്പോഴേ വണ്ടി വിട്ടു പോകും. ഷാജോ വന്നോ? ഇല്ല, വന്നില്ല, വണ്ടി വിട്ട് പോകും. അപ്പോഴേ വണ്ടി വിട്ട് പോവാണ്. പിന്നെ നമ്മൾ സ്ഥലത്ത് ചെന്നോണം. സ്ഥലത്ത് ചെന്നാൽ 25 രൂപ 50 രൂപ കട്ടാണ്. അപ്പം അങ്ങനെ ഒരു 2 തവണ നമ്മൾ 50 രൂപ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ പങ്ക്ച്വലായി. പക്ഷേ ആ ഒരു പങ്ക്ച്വാലിറ്റി അവിടെ നിന്ന് കിട്ടിയത് നമുക്ക് ഇപ്പോഴാണെങ്കിലും വർക്കിനൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഒരു 9 മണിക്ക് എത്തണമെന്ന് പറഞ്ഞാൽ നമ്മളൊരു 8:45 ഇവിടെ എത്തിയിരിക്കുക. അതാണ് അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ. പിന്നെ ആബലച്ചെന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാമിൽ പെർഫെക്ഷൻ, ഭയങ്കര പെർഫെക്ഷൻ വേണമെന്നുള്ള ഒരാളാണ് ഇദ്ദേഹം. പ്രോഗ്രാം സമയത്ത് ഫ്രണ്ടിൽ വന്നിരിക്കും വെച്ചാൽ ആബലച്ചൻ, എൻ്റെ കയ്യിലൊരു എന്നിട്ട് ഈ ഫ്രണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഈ ഐറ്റം ഫുള്ള് കണ്ടിട്ട് ഇങ്ങനെ എഴുതി വെക്കും. എന്നിട്ട് ഇറങ്ങാൻ നേരത്ത് പറയും അത് ചെയ്ത് ശരിയായില്ല ഷാജൻ, അത് അങ്ങനെ അവിടെ നിന്നല്ല. നമ്മൾ ഐറ്റം അച്ഛൻ ഒരു തവണ കണ്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അത് രണ്ടാമത് നമ്മൾ ചെയ്യുമ്പോൾ ഇച്ചിരി തെറ്റിപ്പോയ അല്ലെങ്കിൽ ഒരു ഡയലോഗ് എല്ലാം മാറി അച്ഛൻ അത്രയ്ക്ക് അത് മനസ്സിലാക്കിയിട്ട് അച്ഛനത് പറയും. അതുപോലെ സംഭവം. പിന്നെ ലാസ്റ്റ് പരിപാടിക്ക് വരെ വേൾഡ് ടൂർ പോയെന്ന് പറഞ്ഞിട്ട് 10-30-35 പ്രോഗ്രാം ചെയ്തിട്ട് ലാസ്റ്റ് പ്രോഗ്രാം മൗറീഷ്യസിലാണ്. അതിൻ്റെ 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുക. ലാസ്റ്റ് പ്രോഗ്രാം ഒരു അച്ഛൻ പേപ്പറായിട്ടിരുന്ന് എഴുതി. അച്ഛൻ കൊണ്ട് പറയാണ്, ഇന്ന് വന്നപ്പോൾ അവിടെ നിന്നല്ലായിരുന്നു ഇപ്പുറത്തു നിന്നല്ല പറയാം. ഞാൻ ചോദിച്ചാൽ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞില്ല, ഇനിയിപ്പോൾ നാട്ടിൽ ചെന്നിട്ട് നിങ്ങൾക്ക് അവതരിപ്പിക്കാനുള്ളതല്ലേ, ഇവിടുത്തെ കഴിഞ്ഞ് നിങ്ങൾ വിചാരിക്കണ്ട, നമ്മൾ എന്നും ഇനി അങ്ങോട്ട് ചെയ്യാനുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അങ്ങനെ ഒരു. അപ്പോൾ ആ ഒരു പാഠങ്ങളൊക്കെ നമുക്കും ഇതിനപ്പോൾ പെർഫെക്ഷൻ, നമുക്ക് ചെയ്യുന്ന ഒരു വർക്കല്ല, നമ്മൾ എന്ത് ഒരു പ്രോഗ്രാം ചെയ്താലും 100% നമ്മളതിനകത്ത് പെർഫെക്ഷൻ നോക്കുന്നത് ആബലച്ചനിൽ നിന്ന് കിട്ടിയ ഒരു സംഭവമാണ്. അപ്പോൾ ഷാജുവേട്ടാ, സ്വപ്നം കാണാത്ത മനുഷ്യരാരുമില്ല. ഇല്ലില്ല. പറഞ്ഞാൽ ഞാനും സ്വപ്നം കാണും, ഷാജുവേട്ടനും സ്വപ്നം കാണും. ഷാജുവേട്ടൻ്റെ സ്വപ്നം എന്താണ്? സ്വപ്നം ഇപ്പോൾ അമ്മ പറഞ്ഞാൽ എല്ലാവർക്കും സ്വപ്നം ഉണ്ടല്ലോ, ഒരുപാട് സ്വപ്നങ്ങളുള്ളൊരു മനുഷ്യനാണ് ഞാൻ. എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്. എൻ്റെ ആളുകൾക്ക്
സ്വപ്നങ്ങളൊക്കെ മനസ്സിൽ തന്നെ സൂക്ഷിക്കുന്നതാണെന്ന് തോന്നുന്നു നമുക്ക് എപ്പോഴും. നല്ല സ്വപ്നങ്ങൾ പുറത്ത് പറഞ്ഞ് നടക്കില്ല. അത് എന്നോട് പറഞ്ഞാൽ മതി. ശരിയാവില്ല, നടക്കില്ല. പിന്നെ ഒരു ആഗ്രഹം ഞാൻ എൻ്റെ ഒരു ആഗ്രഹം നിങ്ങളുടെ എല്ലാവരുടെയും അംഗീകാരം നേടിക്കൊണ്ട്, എല്ലാവരുടെയും സ്നേഹം അനുഭവിച്ചുകൊണ്ട്, എല്ലാവരും നല്ലൊരു അഭിപ്രായം പറയുന്ന ഒരു മലയാള സിനിമയിലെ അല്ലെങ്കിൽ മലയാളത്തിലെ ഒരു ആർട്ടിസ്റ്റ്, ഒരു നടൻ എന്നുള്ള നിലയിൽ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം.